എന്നതാടാവേ? സോറി ചാ. എന്നാ പിന്നെ ഉച്ചക്കെങ്ങാനും തന്നാ പോരായിരുന്നു. ഇനി ഉണ്ടാവില്ല. 3 മാസത്തെ വലിയൊരാളാ. എന്താ ചാട? മാനുവലേ, ഉച്ചക്ക് കാറ്ററിംഗ് ഉണ്ടേ. പത്രം ഇവിടെ. നീ എത്ര മണിക്കാടാ പത്രം ഇട്ടെ? എന്നിടുന്ന പോലെ തന്നെ. അപ്പൊ പിന്നെ കുഞ്ഞുട്ടി ചായം വിളിച്ചതോ? അത് ഇന്ന് പത്രം വരാൻ കുറച്ച് വൈകിയായിരുന്നു. വേറെ ആർക്കും വൈകിയില്ലല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ, ഞാൻ ബൈജുവിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്നാ നിന്നെ കേടാ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ? അവ അവളുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഇല്ല. പോയി. ഇല്ലെന്ന്. പോയി പോയി പോയി. പോയി. അങ്ങനെ പറ. എടാ ചെക്ക, മനുഷ്യനായാലേ ഇച്ചിരി നാണം വേണം ഇങ്ങനെ പുറകെ നടന്നിട്ട്. അതെനിക്ക് ഇത്തിരി കുറവാന്നേ. എന്ത്? നാണമേ കുറച്ച് കുറവാ. അതെനിക്കറിയാം. അവള് റഷ്യയിലോ ജപ്പാനിലോ എങ്ങാണ്ടൊക്കെ പോകുന്നെന്നറിഞ്ഞു. നീ അറിഞ്ഞായിരുന്നോടാ? അതിനെന്നാ? അവളങ്ങോട്ട് പോയാ പിന്നെ എന്റെ കുഞ്ഞ് നന്നായനെ. അല്ലടാ ചെക്ക? അമ്മ, എടാ, അങ്ങേർക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ജമ്മം പോയാ അവള് വാ തുറന്നൊന്നും സമ്മതിക്കത്തുമില്ല. എടാ, എത്ര കാലം ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓവറാന്നാ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവക്കൊരു പനി വന്ന ഉടനെ ഇവനും പനി വരും. അവളുടെ എങ്ങാനും കാല് ഉളിക്കാലോ, അപ്പൊ തന്നെ ഇവന്റെ കാല് ഉളുക്കും. അതൊക്കെയാ ഓവർ. ഞാൻ നിർത്തി. ഇത് വെച്ചോ. പോയച്ച് നല്ല ബ്രാൻഡ് ഏതാന്ന് വെച്ചാ വാങ്ങിച്ചോ. ഇവനെ കൂട്ടുകാരൊക്കെ കുടിച്ചോ. നല്ല ബെസ്റ്റ് അപ്പൻ. ഇവിടെ ഇരുന്ന് അടിച്ചോടാ. അപ്പം തന്നെ വെച്ചോ. എടാവേ, ഇതൊക്കെയല്ലേ പതിവ്. അവളങ്ങ് പോയല്ലോ. അവൾ എങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ നോക്കിയോ, തൽക്കാലം അപ്പൻ കട്ടൻ കാപ്പി കുടി. ഊതിയതാന്നോ? കട്ടപ്പനക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ഒരായിരം മനസ്സുകളിൽ ഉണർന്നൊരീ പുലരീതാ. ആനന്ദമോടെ പാടുന്നു ഞാനും ഇന്നീ നാടിൻ വിജയ വഴി. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കണ്ണിലൊളിക്കും മാരിയായി നെഞ്ചിലിറങ്ങും താളമായി നെഞ്ചിലെടുപ്പായി മാറുന്നൊരു കട്ടപ്പന. കട്ടപ്പനയ്ക്കുണ്ടൊരു കൊച്ചുമലനാടിൻ സ്നേഹം തുളുമ്പും കഥ പറയാൻ. ജോസഫ് മാഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ സൈക്കിളിൽ പിടിച്ചു കയറ്റുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ ആയിരിക്കുന്നു. ഈ ചാമ്പ്യൻ കാരണം ഈ സ്കൂളിൽ ഇങ്ങനൊരു സൈക്ലിംഗ് ക്ലബ് ഉണ്ടാകുമെന്ന്. ഇവിടെ 3 നാഷണൽസ് ഉണ്ട്. ജൂനിയറും സബ് ജൂനിയറുമായിട്ട് 7 സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലാം തുടങ്ങിയത് ഇതാ ഇവിടെ നിന്നാണ്, നമ്മുടെ സ്വന്തം ആലിസിൽ നിന്ന്. ആലിസേ, വാ പ്ലീസ്. എന്റെ പൊന്നു സ്വിച്ചേട്ട്, എന്തിനെത്ര ഫോർമാലിറ്റി ഒക്കെ? നമ്മുടെ സ്വന്തം ക്ലബ്ബല്ലേ. പിന്നെ ജോസഫ് മാഷിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും ഒരിക്കലും നമ്മൾ കാരണം മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കോച്ചുമാരുടെയും എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരൻസിനെ എല്ലാവരും നമുക്കറിയാം. ആർക്കും സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒന്നുമില്ല. എൻ്റെ അപ്പനുമില്ല, ഒരു ബൈക്ക് പോലും ഇല്ല. പിന്നെ അങ്ങനെ ഒരു കാശിൻ്റെ ആദ്യം ചെയ്യുക എനിക്കൊരു സൈക്കിൾ മേടിച്ചു തരായിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ സൈക്കിളും എൻ്റെ അപ്പൻ്റെ ഓരോ ലോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും കടമിടാനുള്ളതാ. വീട്ടുകാരോടും നാട്ടുകാരോടും ബാങ്കുകാരോടും താങ്ക് യു. ആരോ എന്തോ തിരക്കാന്നോ? ഞാൻ പോവാ, ഒന്ന് കണ്ടേച്ചിട്ട് പോവാന്ന്. എങ്ങോട്ട്? അതെന്നാന്ന് വെച്ചാലേ നമ്മുടെ ജോഷി ചായന്റെ പെങ്ങളുടെ മോടെ കല്യാണമാണ് ഉച്ചയ്ക്ക്.
എന്റെ ആ പണി പിന്നെ കല്യാണമൊക്കെ അവിടെ നടക്കും. എൻ്റെ കൂടെ പാലുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി. അതിനുള്ള സമയമൊന്നുമില്ല. സമയക്കൊണ്ട് നീ വന്നേ. ഏ, ഏ. നീ എൻ്റെ സ്പീച്ച് കേട്ടായിരുന്നോ? ആ അതാ ഞാൻ കയറാത്ത. പോടാ. രാവിലെ റഷ്യ കിട്ടത്തില്ല. ദേ സോഫ്റ്റ് പാല്. ഹായ് അലിസ്, ഞാൻ വർദ്ധ ക്യൂ ന്യൂസിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ നാഷണൽസിൽ മീറ്റ് ചെയ്തിരുന്നു. ഓ ആ. എനിക്കൊരു ബൈറ്റ് വേണമായിരുന്നു പ്രോജക്ട് ജനഗണമനയെ കുറിച്ച്. അയ്യോ ചേച്ചി അപ്പം സമ്മതിക്കത്തില്ല. അധികം സമയം എടുക്കില്ല, 2 മിനിറ്റ്. അയ്യോ ഇല്ല ഇല്ല, സോറി സോറി. നമുക്ക് വേഗം തീർക്കാം ആലിസ്. അത് ആലിസ് ചേച്ചി നോക്കണ്ട, നടക്കുകയല്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, പോയി നോക്കാൻ തന്നെ. ബാ ചേട്ടാ 2 ചായ. എന്തുവാടേ? വേറെന്ത് ചെയ്യാനാ? ആലിസേ, ഒന്ന് വേഗം വരൂ. നിനക്ക് അവിടെ സംസാരിച്ചൂടെ? ടി വിയിലൊക്കെ വരും. നിനക്ക് അറിയാലോ അപ്പനെ. മാഷിന് ഒളിമ്പിക്സ് എന്ന് വിചാരമേ ഉള്ളൂ. ആ പെങ്കൊച്ച് ഇതുവരെ ഒരു സിനിമക്ക് പോകുന്ന പോലും ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വിട്ടോ, അതാ നല്ലത്. ബെസ്റ്റ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് ആലിസ് വർഗീസ്. റോഡ് സൈക്ലിംഗിൽ ഒളിമ്പിക്സ് സ്വർണത്തിനായി കഠിന പ്രയത്നത്തിലാണ് കട്ടപ്പനയുടെ ഈ അഭിമാന താരം. വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ജനഗണമന എന്ന പ്രോജക്ടിന്റെ ഭാഗമായി റഷ്യയിൽ വിദഗ്ധ പരിശീലനത്തിനായി പോകാൻ ഒരുങ്ങുകയാണ് ആലിസ്. ഇതൊരു കോർപ്പറേറ്റ് സ്പോൺസേർഡ് സെൻട്രൽ പ്രോജക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റും ഓരോ അത്ലീറ്റിനെ നോമിനേറ്റ് ചെയ്യണം. ഒളിമ്പിക്സ് വരെ റഷ്യയിൽ വെച്ച് അവർക്ക് അഡ്വാൻസ് ട്രെയിനിങ് നൽകുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ജനഗണമന കേൾപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. And as you know, കേരളത്തിൽ നിന്ന് ആലിസ് ആണ്. ഷീ ഈസ് എ പ്രോഡിജി ആൻഡ് എ പ്രോമിസ്. 14-ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തി എല്ലാവരെയും ഞെട്ടിച്ച പ്രതിഭയാണ് ആലിസ്. ഇപ്പോൾ പട്യാലയിൽ ബൽജീത് സിംഗിന് കീഴിലാണ് ആലിസ് ഉന്നത പരിശീലനം നടത്തുന്നത്. സൈക്ലിംഗിന് കിട്ടിയ അംഗീകാരമായാണ് ജനഗണമനയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് കോച്ച് ക്യൂ ന്യൂസിനോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ പ്രിപ്പറേഷൻ ക്യാമ്പും തുടർന്ന് വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കഴിഞ്ഞാണ് ആലിസ് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ടോക്കിയോയിലേക്കും. മുൻ അത്ലറ്റിക് കോച്ചായ വർഗീസ് മാഷിന്റെ മകളാണ് ഈ 24-കാരി. സർ, ആലിസിന്റെ ഒരു ഇന്റർവ്യൂ തൽക്കാലം വിട്ടേക്കുന്നേ. ഒളിമ്പിക്സ് കഴിയട്ടെ, പിന്നല്ല ഇന്റർവ്യൂ ഒക്കെ. ശരി സർ. അച്ഛനും കോച്ചുമായ വർഗീസ് മാഷ് ഇതുവരെ ഒരു മാധ്യമത്തിനും ആലിസിന്റെ ഇന്റർവ്യൂ നൽകിയിട്ടില്ല. ഒളിമ്പിക് മെഡലുമായി ആലിസ് വരുന്നത് കാണാൻ ഈ വീട്ടിലേക്ക് 2020 നമുക്ക് വീണ്ടും വരാം. കട്ടപ്പനയിൽ നിന്നും മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഷൈൻ ചെയ്യായിരുന്നു. ഇതാണോ ഇന്റർവ്യൂ? ഇതെങ്കിലും ആവാലോ. ഇനി നാളെ പോയ 1.5 കൊല്ലം കഴിഞ്ഞാലേ വരാൻ പോകുന്നത്. ആ വരവ് ചുമ്മാതുള്ള വരവാണ്. മെഡലും കൊണ്ടുള്ള വരവല്ലേ? അപ്പൊ ഒരു ചാനലല്ല, നീ നോക്കിക്കോ. ഒരു 50 ചാനലുണ്ടാവും നിന്റെ പുറകെ, ഒപ്പം നാട്ടുകാരും. കേൾക്കാൻ നല്ല രസമുണ്ട്. ആ നീ എന്താ ഇവിടെ? വേഷം കണ്ടിട്ട് മനസ്സിലായില്ല. ഇവിടെ ചാടുപ്പുണ്ടോ? ചായയെടുപ്പല്ല, കേറ്ററിംഗ്. അതൊരു കലയാണ്. നിന്നെ പോലെ ഇങ്ങനെ സൈക്കിളും ചവിട്ടി കിടന്നാലേ അത് മനസ്സിലാവുകയല്ല. എന്നിട്ട് കലാകാരൻ തിരുവനന്തപുരത്ത് എന്താ പരിപാടി? നമ്മുടെ കമ്പനിക്ക് ഇവിടെ ഒരു ഓർഡർ കിട്ടി, ഒരു സമ്മേളനം. അപ്പൊ ഞാനും കൂടെ ചാടിക്കറി. നീ ഇവിടെ ഉണ്ടല്ലോ. ആ ദേ അപ്പൻ. ആ തെണ്ടി എങ്ങനെ തിരിച്ചു കയറിയേ? ആര്? അലക്സ് സാറോ? സാറ് പിള്ളേരെ കയറി പിടിക്കുന്നവന്മാരെ സാറിന് വിളിക്കാമോ? സാക്ഷി പറഞ്ഞു ഞാൻ ആരെയാ ഇപ്പൊ? അയാൾ 1 വർഷം കൊണ്ട് തിരിച്ച് ജോലി കയറിയില്ലേ? ഇതാണ് ഹോസ്റ്റല്. എന്തേ? ശോകമാണല്ലോ. ഇപ്പൊ എന്നാ ബിൽഡിംഗ് ഏത്? അതെ, ഞങ്ങൾ സഹിച്ചു. ഉള്ളതിൽ ഭേദം ഈ ബ്ലോക്കാ. ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം. ഒന്ന് പിടിച്ചേ. എനിക്ക് ഒന്ന് ടൗൺ വരെ പോകണം, കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഞാൻ ഒന്ന് കുളിച്ചേച്ചും വരാം. അതെ, എനിക്കിന്ന് വർക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നാ പാമ്പ് കയറി? പാമ്പാണ്, ഞാൻ കയറി നോക്കാം. പോ, എന്നെ വേഞ്ചില്. പേടിക്കണ്ട, അതെന്റെ ഫ്രണ്ട് അടി. ഇതെന്തോ ഇത്? എന്തേ, പാമ്പിനെ കിട്ടിയോ? ഇവിടെയാണോ നീ താമസിക്കുന്നത്? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്നാ ദുരിതാശ്വാസ ക്യാമ്പാണോ? നാട്ടിലെ ഹോസ്റ്റൽ വെച്ച് നോക്കുമ്പോ ഇതെന്ത് ഭേദമാണ്. ശരിയാ. പാമ്പ് പോയോ ചേട്ടാ? എവിടെ പോവാൻ അലസേ? നീന്റെ തല്ല താമസിക്കേണ്ടത്. പിന്നെ എവിടെയാ? ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാ? കഷ്ടമാണ്.
നിങ്ങളൊക്കെ ആർക്ക് വേണ്ടി ഓടും ചാടുകയൊക്കെ ചെയ്യുന്നത്? നാടിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളൊന്നും എൻ്റെ അകത്തല്ല താമസിക്കേണ്ടത്. മാനുവൽ ഒന്ന് നിർത്തിക്കാം. അല്ലടാ, ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനിങ്ങനെ മിണ്ടാതിരിക്കുന്നേ? സമരമാണെങ്കിൽ ഞാനും ഉണ്ട്. ഈ ആഴ്ച 3ാമത്തെ പാമ്പാണ്. സമരോ? പിന്നല്ലാതെ, ഇത് ഹോസ്റ്റലല്ലേ, മൃഗശാല വല്ലതും ആണോ? ഞാനുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എത്ര കാലമായി പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കില്ലേ? നമുക്ക് സമരം ചെയ്യാം. പത്രക്കാരെയൊക്കെ ഞാൻ കൊണ്ടുവരാം. എന്നെ മുറി എൻ്റെ അകത്തുള്ളത് ഒറ്റണത്തിന് വാതിലില്ല, ജനലില്ല. നാറിയിട്ടൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് ഉറങ്ങുന്നേ? മാനുവൽ സമരം ചെയ്യണമെന്നേ നമ്മൾ മീഡിയ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും വെറുതെ വിടരുത്. ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ താമസിക്കേണ്ടത്. ഇപ്പൊ ശരിയാക്കി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ അകത്ത് പോയി വാർഡിന്റെ അടുത്ത് കാര്യം പറയാൻ പോവാ. നമ്മൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. താൻ പോയി ബാക്കിയുള്ളവരെ കൂടി വിളിച്ചു. ഒരു 7 മാസമായിട്ട് എൻ്റെ പുറകെ നടക്കുക. സ്ഥിതി വളരെ മോശമാണ് സാറേ. ഇവരിപ്പോ എന്ത് ചെയ്യണം? വള്ളക്കടവിൽ കൂലിപ്പണിയാണ് സാറേ. ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ അല്ലേ. ഞാനാണ് ബൈക്കിൽ എണ്ണയടിക്കാൻ 500 രൂപ കൊടുത്ത് കനകക്കുന്നിൽ വരുത്തിയത്. ഈ വർഷം മുഴുവൻ ട്രെയിനിങ് നടത്തുന്ന പിള്ളേരെ നോക്കൗട്ടാക്കിയിട്ടാണ് ഇവർ ജയിച്ചത്. ഇപ്പം ക്ലബിൽ ഇതുപോലെ 4 പേര് ഇവിടെ ഉണ്ട്. ഞാനെന്തായാലും ഇവിടുത്തെ അസോസിയേഷനിൽ കൊടുക്കാം. ടൈല് പൊക്കാൻ എൻ്റെ പിള്ളേർ ഇത്ര കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ മെഡല് ബാധ്യത അത്രയ്ക്ക് തീർക്കാനുണ്ട്. മെഡല് കിട്ടിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി. അതുമില്ല. എന്തെങ്കിലും സഹായം കിട്ടുന്ന ഇവർ ചോദിക്കുന്നത്. നമുക്ക് ശരിയാക്കാം. ഇക്ക ചെല്ല്. ഒരാൾ ഒരു ഫെഡറേഷൻ ഭരിച്ചാൽ മതി എന്ന് പരാതി കൊടുത്തവനാ ഇപ്പൊ അപേക്ഷയും കൊണ്ടുവന്നിരിക്കുന്നു. ശാപം. യവനൊക്കെ ഉണ്ടല്ലോ, ഒരു എരണം കെട്ടവനാണ്. ഹലോ, സമരം, ഈ പെമ്പിള്ളേർ നേഴ്സുമാരെ കണ്ട് പഠിക്കുന്നതാണാ? വാ വിളിക്കട്ട്. തൊണ്ട പൊട്ടുമ്പോ നിർത്തിക്കോളും. ആ ലേഡീസ് ഹോസ്റ്റലിൽ സമരം വന്നു. മതം പൊട്ടിയോടെ എല്ലാത്തിനും. ഇന്റർവ്യൂ കൊടുക്ക്. ചെല്ലുന്നു. ഹായ്, എനിക്കൊരു ബൈറ്റ് വേണം. നമുക്ക് അങ്ങോട്ടേക്ക് നിന്നാലോ? ആലിസ്, എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ സമരം? അത് പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളിൽ ആലിസ് തൃപ്തിയാണോ? മതിയായ സൗകര്യങ്ങളുണ്ടോ എന്നാണ്. അത് ഇല്ല. എത്ര അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്? 90. എത്ര ടോയ്ലറ്റുകളുണ്ട്? 4. അത് കുറവല്ലേ? അത് പിന്നെ കുറവാണോ അല്ലയോ? ആണ്. ഈ ആഴ്ച എത്ര പ്രാവശ്യം ഇവിടെ പാമ്പ് കയറി? 3. മുറികൾക്ക് വാതിലുകളും ജനലുകളും ഉണ്ടോ? ഇല്ല. ഫെഡറേഷൻ ആണോ ഈ അനാസ്ഥയ്ക്ക് കാരണം? അത് പിന്നെ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ വാങ്ങിത്തരാൻ സാധിക്കുന്ന അത്ലറ്റ്സിന്റെ പൊട്ടിത്തെറിയാണ് നമ്മളിപ്പോൾ കേട്ടത്. സ്പോർട്സ് ഫെഡറേഷനിലെ വ്യവസ്ഥിതികൾക്കെതിരെ ദീർഘകാലം പോരാടിയ പി വർഗീസ് എന്ന മുൻകാല അത്ലറ്റിക് കോച്ചിന്റെ മകൾ ആലിസ് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ജീവൻ പണയപ്പെടുത്തിയാണ് ഇവരിവിടെ താമസിക്കുന്നത്. ഫെഡറേഷൻ ഈ അവസ്ഥ കാണുന്നുണ്ടോ? പുതിയ ഹോസ്റ്റൽ എന്ന് ലഭിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ക്യൂ ന്യൂസിന് വേണ്ടി വർദ്ധ. മുറികൾക്ക് വാതിലുകളും ജനലുകളും. ഇവളെയൊക്കെയാണ് ജനഗണമനെന്ന് പറഞ്ഞ് റഷ്യക്ക് വിടാൻ പോണത്. വല്ല ആവശ്യമുണ്ടോ മിനിസ്റ്ററെ? നാഷണൽ ചാമ്പ്യനാടോ, മെഡലും കൊണ്ടുവരും. വരുമ്പോ ഇതുപോലെ ഓരോ കേസ് കേട്ടും ഒപ്പം കൊണ്ടുവരും. ഇവളുടെ അച്ഛനെ ഓർമ്മ ഉണ്ടല്ലോ, ഒതുക്കപ്പെട്ട പാട്. എടോ ഇത് കേക്ക്, ഇവിടെ പ്രശ്നം ഹോസ്റ്റലാണ്, വിഷയമല്ല, ചെറിയ കേസ്. പക്ഷേ അതിന്റെ വാലി പിടിച്ച് ആരെങ്കിലും വന്നാ, ഇതേ കോൺട്രാക്ടർ വെച്ചാണ് സ്റ്റേഡിയം പണിതത്, അങ്ങോട്ടുള്ള റോഡ് പണിതത്. മാലപ്പടക്കം പോലെ ഓരോന്നായിട്ട് പൊട്ടും സാറേ. ആ അതുകൊണ്ട് ഇത് ഇന്ന് ഇപ്പൊ ഒതുക്കണം. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, തീർക്കാം ഇപ്പൊ തന്നെ. അറിയാലോ എന്നെ, ഞാൻ സുഖമായി അങ്ങ് കൈ കഴിയും. ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അറിയാം, നന്നായി അറിയാം. സമരം ഞാൻ തീർക്കും. എങ്കിൽ തനിക്ക് കൊള്ളാം.
ഫ്രാൻസ്, നമ്മുടെ ആവശ്യങ്ങൾ ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ, എല്ലാ വിഭാഗങ്ങളിലെയും ഫൈനൽസ് അവസാനിക്കുന്നതിന് മുൻപ് പുതിയ ഹോസ്റ്റലിന്റെ പണി തീർക്കുമെന്നാണ് അവർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ഈ സമരത്തിനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ മാനുവൽ ചേട്ടനും. അതെ ആലിസേ, എന്താ ഒരു ബിൽഡപ്പൊക്കെ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നീ നാളെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഡൽഹിയിലോട്ടും റഷ്യയിലോട്ടും ടോക്കിയോയിലോട്ടൊക്കെ നോക്കും. ഞാനിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞൂടെ എൻ്റെ ഒരു സമാധാനത്തിന്? എൻ്റെ അമ്മോ, ഇത്രക്ക് ധൈര്യം എവിടെ നിന്ന് വന്നടാ? നീ തമാശ വിട ആലിസേ. നീ നാളെ വാഗമൺ വരുന്നുണ്ടോ? വരണ്ടേ? വാ. വന്നാൽ നീ വാ. ഒരു കട വിട്ടിട്ട് സ്വന്തം പേരിൽ കട തുടങ്ങുന്നത് കേട്ടിട്ട്, ഒരു സ്കൂൾ വിട്ടിട്ടേ സ്വന്തം പേരിൽ സ്കൂൾ തുടങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. റോസ്ലിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു മാഷിന്റെ ഐഡിയ ഒക്കെ സ്വന്തം സ്കൂളിൽ നടക്കുള്ളൂ. എന്നിട്ട് നടന്നല്ലോ. പിന്നല്ലേ. ഫെഡറേഷൻ എന്തായാലും ഞെട്ടിട്ടുണ്ട്. ഇനി എന്താ പറയും? ഇത്രയും കാലം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റാത്തതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടൊന്നും ആയില്ല. ഈ നാട്ടിൽ നമ്മൾ പറയുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കണമെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ തന്നെ വരണം. ഓ, അതൊക്കെ വരുമോ? നീ മാഷിന്റെ പിള്ളേർ കൊണ്ടുവരും. മാഷേ, എപ്പോഴാണേലും എന്തുണ്ടെങ്കിലും വിളിക്കണം. ഫൈറ്റ് കാണും. ഫൈറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സ്പോൺസർഷിപ്പ് പരിപാടിയൊക്കെ നോക്കണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി മാഷ്. എവിടെയായിരുന്നു? വീട്ടിൽ പോടാ, ഒന്ന് പോയി 2 അക്ഷരം പഠിക്കും. നടന്നത് തന്നെ. ഏത് നേരം കളി കളി. വർഗീസ് അല്ലേ? അതെ, സാറെ വിളിക്കുന്നു. വാ. കേറ്, പറയാം. എന്താ? സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ഞാനൊന്ന് നോക്കി വെച്ചാലും. എന്നാ മാഷേ പ്രശ്നം? ആ, നോക്കട്ടെ. എന്നാണോ കാര്യം? അപ്പോൾ എത്ര ആളായി കോച്ചിങ് തുടങ്ങിയിട്ട്? 14 വർഷമായി. ഏതായിരുന്നു ഇവന്റ്? 400 മീറ്റർ. എന്നിട്ട് കൈക്കൊരു ഇഞ്ചുറി പറ്റി. അതിനുശേഷം പിന്നെ. അപ്പൊ അന്ന് മുതൽ തന്നെ കൊച്ചുങ്ങൾക്ക് മരുന്നെടുത്ത് തുടങ്ങിയല്ലേ? മരുന്നോ? ഈ ഉത്തേജക മരുന്നേ? ഉത്തേജക മരുന്ന്? ഞാൻ കാരണം അവർക്ക് മെഡലേ കിട്ടിയിട്ടുള്ളൂ സാർ. എടാ മാഷെ, നീ കൊച്ചുങ്ങൾക്ക് ഉത്തേജക മരുന്ന് കൊടുത്തില്ലേ? പിന്നെ അല്ലാതെ ആദ്യത്തെ വർഷം തന്നെ നിന്റെ കൊച്ചുങ്ങൾ എത്ര മെഡൽ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? അപ്പൊ ഉത്തേജക മരുന്ന് അറിയത്തില്ല. അറിയിച്ചേ. സ്വന്തം സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി കുട്ടികളെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ഈ കായിക അധ്യാപകനോട് കേരളത്തിന് ചോദിക്കാനുള്ളത്, ഫെഡറേഷനെ തോൽപ്പിക്കാനോ ഈ ക്രൂരത? കുട്ടികളുടെ ആരോഗ്യം വെച്ച് പന്താടി ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെഡറേഷൻ സെക്രട്ടറി രാമശേഷൻ, പ്രമുഖ കായിക നിരീക്ഷകൻ എം സുധാകരൻ എന്നിവരോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളും പങ്കെടുക്കുന്നു. ഫെഡറേഷന് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സർക്കാർ അടച്ചുപോകും. ഇവിടുത്തെ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഫെഡറേഷൻ നന്നായി നോക്കുന്നുണ്ട്. വേറൊരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല, അല്ലേ പ്രസിഡന്റ്? അവിടെ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്താരും വിഷമിക്കണ്ട. ഫെഡറേഷൻ അവരെ ഏറ്റെടുക്കും. മോളെ,
റോഷന്റെ അനിയൻ വിളിച്ചായിരുന്നു കേട്ടോ. കേസ് തള്ളി. ലാബ് റിപ്പോർട്ട് വെക്കാൻ വേണ്ടി കോടതി പറഞ്ഞായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോ ബ്ലഡ് സാമ്പിൾ എല്ലാം നോർമലാണ്. കണ്ടോ? അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞ് തടിയൂരി. എന്തായാലും സംഭവം ഓക്കെ. വലിയ കാര്യമായിപ്പോയി. അപ്പൊ മനുഷ്യ അനുഭവിച്ചൊക്കെ നഷ്ടപരിഹാരം തരണം എല്ലാരും കൂടെ. വാടാ മക്കളെ വാ. ഓരോരുത്തന്മാരുടെ ഓരോ പരിപാടികൾ. അപ്പനെ കാണാൻ പറ്റുമോ? അതിനെ നമുക്ക് ഇപ്പൊ തന്നെ നീ അമ്മയുടെ കൂടെ നിൽക്ക്. അവര് പോയിച്ചു വരട്ടെ. നീ ഇവിടെ നിന്നാ മതി. ഓടാൻ നിൽക്കുന്നവൻ. സാറാകത്തുണ്ടോ? സാറാകത്തുണ്ട് ചെല്ലേ. പോട്ടെ സാർ. ചെന്നുമോളെ. അപ്പ നീ എന്തിനാ വന്നേ? ഞാൻ പേടിച്ചു പോയി. എന്തിന്? എൻ്റെ ഈ സ്കൂളും പൂട്ടി പിള്ളേരെല്ലാം പോവുകയും ചെയ്തു. അപ്പൊ ഈ കേസില്ലാതായതും എല്ലാരും ഒന്ന് അറിയണം. വേണം, എന്തായാലും അറിയണം. ആ ന്യൂസ് ഒന്ന് കൊടുക്കുകയല്ലേ നമ്മുടെ TV-യിൽ? അല്ല, അതിപ്പം ഇലക്ഷനൊക്കെ അല്ലേ മാഷെ, അതുകൊണ്ട് അന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഇതിന്റെ എല്ലാം ഒരു തിരക്കല്ലേ, നമുക്ക് കാണാം, ഇവിടെ കൊടുക്കാം കേട്ടോ. See, it's a nasty fight against the system. So collateral damage ഉണ്ടാകും, മനസ്സിലായില്ലേ? സർ, ഞാൻ ഈ സ്കൂള് തുടങ്ങിയതും ജീവിക്കുന്നതും ഒക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി എന്നെ വെറുതെ വിട്ട ന്യൂസ് നന്നായിട്ടൊന്ന് കൊടുക്കണം സാർ. വീക്ക് ന്യൂസ് കണ്ടില്ലേ സാർ? അത് 8ാം പേജിൽ ചെറിയൊരു കോളത്തിലല്ലേ, ആര് കാണാനാ? പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റുമോ? ഫ്രണ്ട് പേജിൽ കൊടുത്തല്ലോ, പൂട്ടിച്ചത്. മീറ്റിംഗ് കൊണ്ട് കാണാം. എന്തുവായി? എല്ലാരും പോയി കണ്ടോ? ബാത്റൂം ഫെഡറേഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങിയത് തന്നെ മെച്ചം. അറിയുള്ളൂ. ഒരുത്തൻ്റെ സ്കൂളങ്ങ് പൂട്ടിച്ചപ്പോൾ സമാധാനായി. എവരൊന്നും ഗതി പിടിക്കത്തില്ലെന്ന്. ഞാനൊക്കെ ഇനി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന്. അതെന്നാ വർത്താനീ പറയുന്നേ? അപ്പോൾ ആലീസോ? ഈ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചോ മതിയെന്നേ. യവന്മാർക്ക് മെഡലുണ്ടാക്കാൻ പോയിട്ട് എന്നായി? റോസ്ലി മരിച്ചപ്പോൾ ഒരു വർത്താനം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ജീവിക്കാനുള്ള ഉത്തരം കിട്ടുമെന്ന്. അതുപോലെ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ആലീസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്തിനാ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഒളിപ്പിച്ചു വെച്ചോ, ഒളിപ്പിച്ച്. അപ്പനെ നമുക്ക് ഞെട്ടിക്കാം. എവിടെയായിരുന്നു? കാണിച്ചു കൊടുക്കടി. ഇതെവിടുന്നാ? നമ്മുടെ ജോസഫ് സാറില്ലേ, എന്നെ ഒരു സൈക്കിൾ റേസിന് കൊണ്ടുപോയി ചേർത്തു. എനിക്കാ ഫസ്റ്റ് അടിച്ചത്. നീ സൈക്ലിങ്ങിന് ചേർന്നല്ലേ ഉള്ളൂ. ജോസഫ് സാർ ആളെ കൊള്ളാലോ. സൈക്ലിംഗ് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു സാറ്. ഇവളുടെ കഴിവ് സൈക്ലിങ്ങിലായിരിക്കും. പറയാൻ പറ്റിയല്ല. മാഷ് പറയാറുള്ള ഒളിമ്പിക് മെഡലേ കട്ടപ്പനയിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇവളായിരിക്കും. അപ്പന്റെ കണ്ണ് അറിഞ്ഞല്ലോ അപ്പ. അതെന്താ? അപ്പം കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം. എന്തും ചെയ്യും? ചെയ്യും. എങ്കിൽ പ്രോമിസ് ചെയ്യും. അപ്പനൊരാഗ്രഹമുണ്ട്, മോള് കൂടെ നിൽക്കുമെന്ന്. പ്രോമിസ്.
സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ജയം. സെമി ഫൈനൽസിലോട്ട് കടന്നു. വിംബിൾഡൺ ഫൈനൽസിൽ സെറീന വില്യംസ് വീനസ് വില്യംസിനെ സ്ട്രെയിറ്റ് സെറ്റ്സിൽ തോൽപ്പിച്ചു. 6-3, 6-2. മാഷ് നമസ്കാരം മാഷെ. ആ നമസ്തേ. ഇത് സെലിൻ, മനസ്സിലായോ? ആ അതെ, ആലീസ് അകത്തുണ്ട്. ആലീസ് വേണ്ട മാഷെ, സെലീന് ചിലത് പറയാനുണ്ട്. അന്ന് വാഗമണിൽ റേസിന് തൊട്ടു മുമ്പ് അലക്സർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റേസിൽ ആലിസ് ജയിക്കില്ലെന്ന്. പിന്നെ ഇന്ന് ഈ പത്രത്തിലെ വാർത്ത കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്ത് വാർത്ത? പ്രോജക്റ്റ് ജനഗണമനയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സൈക്ലിസ്റ്റ് ആലിസിന് പരിക്കേറ്റതിനാൽ പകരം 400 മീറ്റർ ഓട്ടക്കാരനായ ആദിശേഷിനെ കേരളത്തിനെ പ്രതികരിച്ച് റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായി. കേരളത്തിലെ ഫെഡറേഷൻ പ്രസിഡന്റ് രാമശേഷൻ്റെ മകനാണ് 27-കാരനായ ആദിശേഷൻ. ഇതിലെന്തോ കോൺസ്പിറസി ഉണ്ട് മാഷെ. ഉണ്ടെങ്കിൽ അല്ല, മനഃപൂർവ്വം വണ്ടി വന്ന് ഇടിച്ചെന്നാണോ മാഡം പറയുന്നത്? എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. ആര്? എന്തിന്? അറിയില്ല, ആരുമാവാം. ഒരുപക്ഷെ ഫെഡറേഷൻ അല്ലെങ്കിൽ ആ കോച്ച്. അത് കണ്ടുപിടിക്കണം. എന്തിനാ? എന്തിനാന്നോ? കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ഇതാരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ അവരിനി ജീവനോടെ ഇരിക്കത്തില്ല. കൊല്ലാന്നാണോ? കൊല്ലണമെങ്കിൽ കൊല്ലണം. ആരെയൊക്കെ കൊല്ലും? ലോറി കടത്തിവിട്ട പോലീസുകാരനെയോ? അതോ കോച്ചിനെയോ? അതോ രാമശേഷനോ? അതോ ഇനിയും അയാളുടെ മകനെയോ? അവളിങ്ങനെ അകത്ത് കിടക്കുമ്പോൾ ഒരുത്തനും ഓടത്തുമില്ല, റഷ്യയിലോട്ട് പോകത്തുമില്ല. അതിനി ആരെ കൊന്നിട്ടായാലും. അതിനുള്ള ടീമുകളൊക്കെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാം. മാഷെ, ഇത് എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനെയും. നമ്മളൊന്നിനുമില്ല, നിങ്ങളൊന്ന് പോയി തരാമോ? മാഷെ, അത് നിങ്ങളിതെന്ത് അപ്പനാണ്? ഓർമ്മ വെച്ച കാലം തൊട്ട് അവൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് കഴിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, എന്തു പറഞ്ഞാലും ഒരു ഒളിമ്പിക്സ്, മണ്ണാങ്കട്ട. ഇപ്പം എന്നായി? അകത്ത് കിടപ്പുണ്ടല്ലോ ഒരു മെഡല്. വേറെ വല്ലോ അപ്പനുമായിരുന്നെങ്കിൽ അവൾ പഠിച്ച് നല്ല നിലയിലെത്തി ജോലിയും കിട്ടി സുഖമായിട്ടിരുന്നേനെ.
record. Varghese, this is Asian record. Just repeat this and it's Olympic gold for India. तुसी timing देखो, बेटी ने कमाल कर दिया. Why you want to go to Kerala now? Go to Russia from here. She wants to meet everyone or small Okay. friends. So I get it. लेकिन जल्दी वापस आना. Sir. This for you. You deserve it, my friend. You are a wonderful father. कितना हो गया कोच? इतने? Well done. बहुत अच्छे. എന്തിനുള്ള പുറപ്പാടാ? അവളെ ഇനിയും തോപ്പിക്കണോ മാഷെ? ഞാൻ അറിയാതെ സോറി. അത് സാരല്ല. ഒരിക്കലെങ്കിലും ജയിക്കണ്ടേ മാഷ നമ്മളൊക്കെ? ഗുഡ് മോർണിംഗ് സാർ. സാർ അത്യാവശ്യമായിട്ടൊരു കാര്യം ഓഫീസിലേക്ക് ഒന്ന് അറിയിക്കണേ. അറിയിക്കാം തീർച്ചയായിട്ടും. അതെ, ഈ ലിസ്റ്റ് ഒന്ന് നോക്കേണ്ട കാര്യമുണ്ട്. സാറേ ഞങ്ങളുടെ ബില്ല്. അതൊക്കെ ശരിയാവൂടോ. അവൻ്റെ ഒരു ബില്ല്. എപ്പോ എത്തി ഡൽഹിന്ന്? ലാസ്റ്റ് നൈറ്റ്. വിളിക്കാത്തെന്ത്? താമസമൊക്കെ എവിടെയാണ്? ഇവിടുത്തെ DCP എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവളുടെ കൂടെയാണ് താമസം. ഓ, അപ്പൊ പോലീസ് പ്രൊട്ടക്ഷനിലാണ്. ഒരു പ്രോബ്ലത്തെ കുറിച്ച് പറയാനുണ്ട്. എന്തു പറ്റി മാഡം? എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. തിരുവനന്തപുരം എൻ്റെ കൈവെള്ളയിലാണ് അല്ലേ ഗോന്ത? പ്രോബ്ലം എനിക്കല്ല. പിന്നെ we have received 17 complaints. ആദിശേഷനെ ജനഗണമന പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. കർണാടകയ്ക്ക് വേണ്ടി ഓടുന്നു പറഞ്ഞാവും. അവൻ ജനിച്ചത് ഇവിടല്ലേ, പിന്നെന്ത്? ഓ, അതൊന്നും ഒരു വിഷയമല്ല. വിഷയമാണ്. We have received a letter from our sponsors. ഒരു ജേർണലിസ്റ്റ് ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. So it is an issue. State 400-meter ചാമ്പ്യൻ ടോണി, റണ്ണർ അപ്പ് ശരത്, ഇവർ രണ്ടുപേരുടെയും ടൈം ഇസ് ബെറ്റർ ദൻ ആദി എന്നാണ് പരാതിയിൽ പറയുന്നത്. And yes, it's true. Their records are quite impressive. അതുകൊണ്ട് ഏതായാലും 2 മാസത്തിനുള്ള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലേ. Let Adisheshan participate. If he wins, he will go to Russia. That is the decision. മിനിസ്റ്ററിനെ കണ്ടപ്പോൾ രാമശേഷനോട് വന്ന് പറയാൻ പറഞ്ഞു. അതാ വന്നത്. അപ്പൊ ശരി. By the way, what really happened to Alice? എൻ്റെ DCP ഫ്രണ്ട് അന്വേഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. If you have any information, please let her know. തിരുവനന്തപുരം കയ്യിലിരിക്കുന്ന ആളല്ലേ. അപ്പൊ ശരി. വേറെ ആരുടെയോ കളിയാ. ആരായിരിക്കും? അതിന് കൂടുതൽ ആലോചിക്കണ്ട. അത് ഈ ലിസ്റ്റിലുണ്ട്. ഇതെന്ത്? അടുത്ത മീറ്റിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ പാർട്ടിസിപ്പേഷൻ ലിസ്റ്റ് അത്. സാർ താഴോട്ട് നോക്കി. ഫെഡറേഷൻ, SSPV, GV രാജ, വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്.
സെക്ഷനിൽ കൊടുത്താൽ മതി. ഓ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പി എ ഒന്ന് കണ്ടാൽ മതിയാവും. ശരി ശരി സാർ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സാറിന് എന്താ ഒന്നും പറയാനില്ലാത്തത്? ഇത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മൂവാണ്. തന്നെ ഇതുവരെ ആരും ടാർഗറ്റ് ചെയ്യാത്തതുപോലെ. ഇതിൽ എൻ്റെ മോൻ്റെ കരിയറും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. പെടുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല പെടുക. ഓ നടന്നതുപോലെ തന്നെ. സാറേ എടോ തനിക്ക് എന്തിനാടോ ഇത്ര വലിയ ടെൻഷൻ? തൻ്റെ മോൻ ഓടി ജയിക്കുന്നത് തനിക്ക് ഉറപ്പല്ലേ? പിന്നെ ആ സ്കൂള് വർഗീസ് ഇപ്പോൾ ഒറ്റയ്ക്കല്ലടോ. ഒരാൾ ഇവിടെ ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. താൻ ചായ കുടിക്ക്. മാഷേ എല്ലാത്തിനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. മാഷ് ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളെല്ലാം ഉണ്ട്. വരിയില്ലടാ, വന്നേ 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 എല്ലാവരും. അവിടെ കുറച്ച് പേര് അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോക്കോ. ഇങ്ങോട്ട് പോകാം കുറച്ച് പേര്. അപ്പൊ മാഷേ കാര്യങ്ങൾ നടക്കട്ടെ. വരാ വരാ അല്ല അവിടുത്തെ മണ്ണ് കൂടെ ഒന്ന് മാറ്റണേടാ. ലാസ്റ്റ് പെർഫോമൻസ് വലിയ കാര്യമില്ല. ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടത്. ഹായ് ടോണി, ശരത്. ഞങ്ങൾ കുറച്ച് നാട്ടുകാരും പിന്നെ മാഷിന്റെ പഴയ സ്റ്റുഡൻസും എല്ലാം ഉണ്ട് കൂടെ. സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിട്ടും ടോണി അല്ലല്ലോ അവർ നോമിനേറ്റ് ചെയ്തത്. ഇതായിരിക്കണം അതിനുള്ള മറുപടി. വർഗീസ് മാഷിന് വേണ്ടിയല്ലേ? ഞങ്ങൾ വരാം. ശരി അപ്പൊ കേട്ടപ്പനെ പിന്നെ Look at this. Your timing is not good. You have to improve, man. Mainly on the band, you know? Sir, So, focus. excuse me, sir. അച്ഛനെന്താ ഇവിടെ? എന്ത് വന്നൂടെ? അല്ല പ്രാക്ടീസ് ടൈമില് ഇടാ പ്രോജക്റ്റ് ജനഗണമന. they had called me. That's okay. അതല്ലടാ, നാട്ടിൽ എനിക്കെതിരെ പല കളികളുണ്ട്. നീ ജയിച്ച അതെല്ലാം കൊതുങ്ങും. ഇല്ലെങ്കിൽ പക്ഷേ പലരും പലതും കുത്തിപ്പൊക്കും. അച്ഛൻ്റെ പൊളിറ്റിക്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ ഓടും, ഞാൻ ജയിക്കും. ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദാറ്റ് ടു ബി ദ ഫാസ്റ്റസ്റ്റ്. സോ പ്ലീസ് സ്പെയർ മീ. ഇവൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാ. Okay, position. Look straight and concentrate, okay? പക്ഷെ എന്റെ മൈൻഡ് മുഴുവൻ ആ സ്കൂളില്. എന്തിന്? ഒറ്റ കുട്ടി പോലും ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല. വർഗീസ് മാഷും പഴയ പേരൊന്നും ഇല്ലെന്നേ. അവരിനി ആരെ കൊണ്ടുവരാൻ? സർ, വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്, മിൽഖ സിംഗ് ചീഫ് കൺസൾട്ടൻറ്റ്, പി വർഗീസ് ഹെഡ് കോച്ച്.